തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടി. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്നയാൾ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയ ആൾ. വി.എസിൻ്റെ വിയോഗം കേരളത്തിന് തീരാ നഷ്ടമാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി അനുസ്മരിച്ചു. കേരള മന്ത്രിസഭയിൽ 2006 മന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന സംശയങ്ങൾക്കും ഏതു പ്രശ്നത്തെ സംബന്ധിച്ചും വ്യക്തമായ വീക്ഷണത്തിൽ വിശദീകരണവും നിർദ്ദേശവും എന്നും വി.എസിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് പാലോളി മുഹമ്മദ് കുട്ടി ഓർത്തെടുത്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് വി.എസ്. എന്നും പാലോളി പറഞ്ഞു. മന്ത്രിസഭയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മന്ത്രിയാകുന്നതാണ്. ആ രംഗത്തെ സംബന്ധിച്ച് ഉള്ള പരിചയക്കുറവൊക്കെ ധാരാളം എനിക്കുണ്ടായിരുന്നു. ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു വിശദീകരണം, ഒരു നിർദ്ദേശം എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണ് 5 കൊല്ലക്കാലം ഞാൻ ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ശൈലിക്കുടമയായിരുന്നു വി.എസ്. പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ അവരോടൊപ്പം നിന്ന് പോരാടുന്ന നേതാവായിരുന്നു വി.എസ്. രാജ്യത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി ഒട്ടേറെ സമരങ്ങൾ നയിച്ച വി.എസിൻ്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും പാലോളി പറഞ്ഞു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് വി.എസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഏത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ശൈലി അദ്ദേഹത്തിനുണ്ടായി. രാജ്യത്തുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ നിന്ന് പോരാടി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ച നേതാവായി. അങ്ങനെയുള്ള ഒട്ടേറെ പ്രസ്ഥാനത്തിന് അനുഗുണമായിട്ടുള്ള, രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നേതാവ് സഖാവിൻ്റെ വിയോഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് എന്നുള്ളതാണ് സത്യം. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.